കായംകുളത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സിയാദിന്റെ കൊലപാതകത്തിൽ 1ഉം 2ഉം പ്രതികൾ കുറ്റക്കാർ. 3ആം പ്രതി മുനിസിപ്പൽ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ കാവിൽ നിസാമിനെ വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ ചൊവ്വാഴ്ച വിധിക്കും. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നത്? ഈ ശിക്ഷയിന്മേലുള്ള വാദമാണോ ഇനി ചൊവ്വാഴ്ച നടക്കുക? മൂന്ന് പ്രതികൾ ഉണ്ടായിരുന്നവരിൽ രണ്ടുപേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഒരാൾ 3ആം പ്രതിയായിരുന്ന കാവിൽ നൌഷാദിനെ വെറുതെ വിടുകയും ചെയ്തു. ഇനി ശിക്ഷാവിധിയാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ചൊവ്വാഴ്ച, അതായത് ഈ മാസം 9-നാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അന്നായിരിക്കും വിധി പ്രഖ്യാപനം ഉണ്ടാകുക. 2020 ഓഗസ്റ്റ് 18-നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഈ സിയാദിനെ കൊലപ്പെടുത്തിയത്. ക്വാറന്റൈൻ കേന്ദ്രത്തിൽ ഭക്ഷണ വിതരണം ചെയ്ത ശേഷം മടങ്ങി വരുമ്പോഴാണ് കൊലപാതകം ഉണ്ടായത്. നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആരോപണം മറ്റും ഉയർന്നു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നായിരുന്നു കോൺഗ്രസിന്റെ കൗൺസിലറും നേതാവും പ്രാദേശിക നേതാവുമായ കാവിൽ നൌഷാദിനെതിരെയുള്ള ആരോപണം. എന്തായാലും അദ്ദേഹത്തിനെ പോലീസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ബാക്കി രണ്ടുപേരുടെ ശിക്ഷാവിധിയാണ് ഇനി ഏപ്രിൽ 9-ന് കോടതി വിധിക്കാനിരിക്കുന്നത്. ഏപ്രിൽ 9-നാണ് കായംകുളത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സിയാദിന്റെ കൊലപാതകത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള 1ഉം 2ഉം പ്രതികൾക്കെതിരെ വിധിക്കുക. 3ആം പ്രതി മുനിസിപ്പൽ കൗൺസിലറുമായിട്ടുള്ള കാവിൽ നിസാമിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.